ശാരദാ ശാന്തി രണ്ടുപേരും ചേർന്ന് അടുത്ത നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിന് പോയി. എടി, എന്റെ കൈ പിടിച്ചു നടക്ക്, അല്ലെങ്കിൽ കാണാതാവും. ഞാനൊന്നും ചെറിയ കുട്ടിയല്ല കാണാതാവാൻ. അയ്യോ, എത്ര വലിയവളായാലും എന്നെക്കാളും ചെറിയവളാണെടി. എന്നെക്കാളും ഒരു നിമിഷം മുന്നേ ജനിച്ച് എപ്പോഴും എന്നെ ചെറിയ കുട്ടി എന്തിനാ പറയുന്നേ? അവിടെ നോക്ക്, അവിടെ പാനിപ്പൂരി വണ്ടിയുണ്ട്. വാ, അവിടെ പോവാം, പോയി പാനിപ്പൂരി കഴിക്കാം. എപ്പോഴും പാനിപ്പൂരിയാണോ? അവിടെ നോക്ക്, ജൈന്റ് വില്ലുണ്ട്, അവിടെ പോയി ചുറ്റാൻ, വേഗം വാ. വേണ്ട വേണ്ട, നീ ചെറിയ കുട്ടി, തലയൊക്കെ ചുറ്റും, നീ പേടിച്ചു പോകുമെടി. നിന്റെപ്പം പുറത്തേക്ക് വരാനേ പാടില്ല. നിനക്ക് പേടിയാണെങ്കിൽ അത് എന്റെ തലയിലാക്കി എന്റെ സന്തോഷം നശിപ്പിക്കും. അതൊന്നുമില്ലടി, ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനല്ലേ. ഓ, തുടങ്ങിയോ? അച്ഛനമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരുമോ എന്ന് പറഞ്ഞ് തുടങ്ങുമല്ലോ. വേണ്ട മോളെ വേണ്ട, വാ വാ, നീ പറഞ്ഞ പോലെ പാനിപ്പൂരി കഴിക്കാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പാനിപ്പൂരി കഴിക്കാൻ പോയി. പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഒരാൾ, എല്ലാവരും ലോട്ടറി വാങ്ങൂ, അമേരിക്കയിലേക്ക് പോകൂ. എല്ലാവരും ലോട്ടറി വാങ്ങൂ, അമേരിക്കയിലേക്ക് പോകൂ. അങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഇരുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്നു ശാന്തി. ചേച്ചി, ലോട്ടറി മേടിക്കാൻ ചേച്ചി, അത് വാങ്ങിയാൽ നമുക്കും അമേരിക്കയിലേക്ക് പോകാലോ. നീ ചെറിയ കുട്ടിയാണെന്ന് ഓരോ വട്ടവും നീ പ്രൂവ് ചെയ്യുന്നുണ്ട്. അവൻ ലോട്ടറി വിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. സത്യത്തിൽ അതിൽ ജയിച്ചാൽ നമ്മളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകൂ. ഈ ഒരേ ഒരു വട്ടം ഞാൻ പറയുന്നത് കേൾക്ക് ചേച്ചി, ഒറ്റത്തവണ ടിക്കറ്റ് മേടിക്കേ. ശരി ശരി, നിന്റെ കണക്ക് പൈസയിലെ ടിക്കറ്റ് വാങ്ങൂ. ഇതെല്ലാം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ പൈസയും കൊടുക്കില്ല. ശരി ശരി, എന്തെങ്കിലും ചെയ്യേ. ആദ്യം അവിടേക്ക് പോകാൻ, ടിക്കറ്റെല്ലാം കഴിഞ്ഞു പോകും. അങ്ങനെ ഇത്ര പറഞ്ഞു മനിയത്തി കേൾക്കാത്തതുകൊണ്ട് അവൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പോയി. പൈസ പാഴാവരുതെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് താ. അമേരിക്ക ടിക്കറ്റ് താ. നിങ്ങൾ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയി അമേരിക്കയിൽ കറങ്ങിയിട്ട് വരാം. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്, അവിടെ താമസിക്കാനുള്ള പൈസ, പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ ഞങ്ങൾ റെഡിയാക്കണോ? അല്ല പെങ്ങളെ, എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. അമേരിക്ക മുഴുവനും നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ കാണാം. സത്യമാണോ? അപ്പൊ എനിക്കൊരു ടിക്കറ്റ് താ. എന്താ പെങ്ങളെ, നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകണ്ടേ? കാണാത്ത ഒന്നിനെ വിശ്വസിച്ചാൽ നമ്മൾ നശിച്ചു പോകുമെന്ന് പറയും. ഇതുപോലത്തെ കാര്യമൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ആ ടിക്കറ്റും വേണ്ട. ഇവൾ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോയി അമേരിക്ക കണ്ടിട്ട് വരാം. ആ കടക്കാരൻ പൈസ വാങ്ങി ടിക്കറ്റ് വിറ്റു. ശാന്തി ഒരുപാട് സന്തോഷത്തോടെ ആ ടിക്കറ്റ് വാങ്ങി. കുടിക്കുന്നത് കഞ്ഞിയാണെങ്കിലും വായ കഴുകുന്നത് പനിനീരാണെന്ന് പറയും. അങ്ങനെ 10 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അമേരിക്ക പോകുന്നത് നിനക്ക് അസൂയ. ശരി ശരി, ആദ്യം എൻ്റെ ഒപ്പം വാ, ഒരുപാട് സാധനം വാങ്ങണം. അങ്ങനെ പറഞ്ഞ് ശാരദാ ശാന്തി രണ്ടുപേരും മുന്നോട്ട് പോയി. ആ ഉത്സവത്തിൽ എല്ലാം വാങ്ങി. അപ്പോ ഒരു വളക്കട കണ്ടു. അവർ രണ്ടുപേരും അവിടേക്ക് പോയി. എല്ലാ വളകളും ഞങ്ങൾക്ക് വേണം, തരുമോ? അത്ര വള നിങ്ങൾക്കെന്തിനാ ചേച്ചി? ചെറിയ കുട്ടി പറയും, വലിയവളായിട്ട് ഇങ്ങനെ പ്രാന്തി പോലെ നടക്കുന്നേ. അതല്ലടി, ഇവിടെ വള വിലക്കുറവിൽ കിട്ടും. ഇവിടുന്ന് വാങ്ങിയിട്ട് വീട് വിടായിച്ചെന്ന് നമ്മൾ വിറ്റ ഒരുപാട് പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാലോ. അപ്പൊ വ്യാപാരം ചെയ്ത് പൈസ കിട്ടിയ നീ അമേരിക്കയിലേക്ക് വാ. ആ വരാം, നമ്മൾ വന്ന് ഒരുപാട് സമയമായി, വാ പോകാം. അത് കഴിഞ്ഞ് എല്ലാ വളകളും വാങ്ങി അവരവിടുന്ന് പുറപ്പെട്ടു. കുറച്ചു നേരത്തിൽ വീട്ടിലേക്കും വന്നു ചേർന്നു. ശാരദ അവൾ വാങ്ങിയ വളകളെല്ലാം എടുത്ത് ഒരു ഡബ്ബയിലിട്ട് എടുത്തു വെച്ചു. പക്ഷേ ശാന്തി മാത്രം അവൾ വാങ്ങിയ ടിക്കറ്റ് തലയണയുടെ അടിയിൽ വെച്ചു. കിട്ടുന്നതൊക്കെ കിട്ടട്ടെ, കിളവിയെടുത്ത് വീട്ടിൽ വെക്കുകയെന്ന് പറഞ്ഞത്രേ. എടി, നിന്റെ ടിക്കറ്റ് എവിടെയും പോകില്ല, അവിടെ തന്നെ ഉണ്ടാകും, വന്ന് കഴിച്ചു കിടക്ക്. എനിക്കൊരുപാട് ക്ഷീണമാ ചേച്ചി, എനിക്കൊന്നും വേണ്ട, ഞാനൊന്ന് ഉറങ്ങട്ടെ. പാതിരാത്രിക്ക് എഴുന്നേറ്റ് വിശക്കുന്നുണ്ടെന്ന് പറയരുത്. പക്ഷെ അനിയത്തിൽ നിന്ന് മറുപടി വന്നില്ല. ശാരദയും ശരിയെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കിടന്നു. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ ആരോ വന്ന് അവരുടെ വീടിന്റെ വാതിൽ ഉറക്കെ മുട്ടി. ആ ശബ്ദം കേട്ട് പതറിപ്പോയി ചേച്ചി അനിയത്തി രണ്ടുപേരും എഴുന്നേറ്റു. ആരാ ഇത്ര രാവിലെ വാതിൽ പൊളിക്കുന്നത്? എന്താണാവോ, ആർക്കറിയാം. ശരി, ഞാൻ വാതിൽ തുറന്നു നോക്കാം. ശാരദ ചെന്ന് വാതിൽ തുറന്നു നോക്കി. അവൾക്ക് മുന്നിൽ ഇന്നലെ അവർ ടിക്കറ്റ് എടുത്ത ആ ആളാണ് നിന്നുകൊണ്ടിരുന്നത്. എന്തുപറ്റി? എന്തിനെങ്ങനെ ശ്വാസം വിടുന്നത്? ഇന്നലെ നിങ്ങൾ വന്ന് ടിക്കറ്റ് വാങ്ങിയില്ലേ, അതിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്കിപ്പോൾ അമേരിക്കയിലേക്ക് പോകാം. അത് കേട്ടത് ശാരദ ഒരുപാട് സന്തോഷിച്ചു. പാതിയുറക്കത്തിൽ ശാന്തിയോട് ചെന്ന് കാര്യം പറഞ്ഞു. അത് കേട്ടതും ശാന്തിക്ക് ഉറക്കമെല്ലാം പറന്നുപോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. 2 ദിവസത്തിനകം നിങ്ങൾ പുറപ്പെടണം. തുണിയും സാധനങ്ങളും എല്ലാം റെഡിയാക്കിക്കോളൂ. ചെറിയവർ പറഞ്ഞാൽ വലിയവർ കേൾക്കാൻ പാടില്ലെന്ന് അഹങ്കാരം കാണിച്ചു ചേച്ചി. ഇപ്പൊ എന്റെ ചേച്ചിക്ക് ബുദ്ധി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ പാവം. മറ്റൊരു കാര്യമെന്തെന്നാൽ നിങ്ങളുടെ ഒപ്പം തന്നെ വേറെ ഒരാളെയും കൊണ്ടുപോകാം. അത് കേട്ടതും ശാന്തി ഇങ്ങനെ പറഞ്ഞു. പഴം വഴുതി പാലിൽ വീണ പോലെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. ശരി ശരി, നീയും എന്റെ ഒപ്പം അമേരിക്ക വാ, രണ്ടുപേർക്കും സന്തോഷമായി അവിടെ പോയിട്ട് വരാം.
ചെറിയ കുട്ടിയാണെന്ന് നീ എവിടേക്കും എന്നെ അയക്കില്ലല്ലോ. അത് കേട്ടതും ശാരദയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വായിൽ നിന്ന് വാക്കുകൾ വന്നില്ല. പക്ഷേ മനസ്സിൽ ഇവൾക്ക് അഹങ്കാരം വളരെ കൂടിയെന്ന് വിചാരിച്ചു ശാരദ. ഞാൻ വരുന്നില്ലടി, ഇവിടെ ഇരുന്ന് വളവ്യാപാരം നോക്കിക്കോളാം. അമേരിക്കയിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്താൽ ഒരുപാട് പേരത് വാങ്ങിക്കും. അമേരിക്ക സാധനത്തിന് ഇവിടെ ഒരുപാട് ഡിമാൻഡുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യാപാരം നന്നായി നടക്കില്ലേ ചേച്ചി? അങ്ങനെ അനിയത്തി പറയുന്നത് കേട്ട് ശാരദ മനസ്സിനുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു. അത് ശരിയാ, എന്റെ അനിയത്തി പറഞ്ഞ ശരിയാ. ഈ വള എവിടെ വേണമെങ്കിലും കിട്ടും, പക്ഷെ അമേരിക്ക സാധനങ്ങൾ എവിടെയും കിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വിറ്റ് ഒരുപാട് പൈസ സമ്പാദിക്കാം. ശരി, ഞങ്ങൾ വരാം. അവളുടെ ചേച്ചി അങ്ങനെ പറഞ്ഞത് കേട്ട് ശാന്തി ഒരുപാട് സന്തോഷിച്ചു. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാറ് വരും. നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിക്കോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. ശരിക്കും 2 ദിവസത്തിന് ശേഷം അവരുടെ വീട്ടിൽ ഒരു കാറ് വന്ന് നിന്നു. അപ്പോഴേക്കും അവരുടെ ഡ്രസ്സൊക്കെ അവർ പാക്ക് ചെയ്തിരുന്നു. അയ്യോ ചേച്ചി, കാറ് വന്നു, വേഗം വാ, നമ്മൾ രണ്ടുപേരും ഫ്ലൈറ്റിൽ പോണം. വരാം, ഈ തുണി കൊണ്ടുപോയി കാറിൽ വെക്കേ. ചേച്ചി പറഞ്ഞതുപോലെ ശാന്തി അവളുടെ ലഗേജൊക്കെ കാറിൽ വെച്ച് ചേച്ചിക്ക് വേണ്ടി കാത്തിരുന്നു. അത് കഴിഞ്ഞ് ശാരദ വീട് പൂട്ടി അവിടുന്ന് വന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി എയർപോർട്ടിൽ ചെന്നു. അവിടെ ഇറങ്ങി ശാന്തി ആ എയർപോർട്ട് നോക്കി. ചേച്ചി, എന്താ ഇത് ഇത്ര വലുതാണ്? എയർപോർട്ട് ഒരു ബസ് സ്റ്റോപ്പ് പോലെയുണ്ടെന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഇത് നാടിന്റെ സൈസുണ്ട്. ഇങ്ങനെയൊന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതേടി അനിയത്തി, ഞാൻ വിചാരിച്ചതേയില്ല. ശരി, വാ, ആദ്യം നമുക്ക് രണ്ടുപേർക്കും എയർപോർട്ടിൽ പോകാം. അങ്ങനെ രണ്ടുപേരും നടന്ന് അവരുടെ തുണിസഞ്ചി തലയിൽ വെച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവർ രണ്ടുപേരെയും കണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, എന്താ ചേച്ചി എല്ലാവരും നമ്മളെ നോക്കി അങ്ങനെ ചിരിക്കുന്നേ? അവരെ പോലെയല്ലല്ലോ നമ്മൾ. അതാ നമ്മളെ നോക്കി അവർ ചിരിക്കുന്നേ. ശരി, വിട്, അതൊക്കെ നമുക്കെന്തിനാ, നമുക്ക് പോകാം, വാ. അങ്ങനെ പറഞ്ഞ് ചേച്ചി അനിയത്തി രണ്ടുപേരും പോയി. അവിടെ ഒരു പെണ്ണ് നിന്നുകൊണ്ട് വെൽക്കം മാഡം എന്ന് പറഞ്ഞു. ചേച്ചി, നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഇവൾ നമ്മളെ ചീത്ത പറയുന്നു. ഗ്രാമത്തിൽ നിന്ന് വന്നതാ വിചാരിച്ച് ഞങ്ങളെ കളിയാക്കുന്നോ? അങ്ങനെ ശാരദ ദേഷ്യത്തിൽ ചോദിച്ചു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.